ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓഫ് കോഴ്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് കൂടുതൽ നേരം വെറുപ്പിക്കാതെ സ്ട്രെയിറ്റ് കാര്യത്തിലോട്ട് പോകാം. നാളെ രാവിലെ 6 മണിക്ക് കൃത്യം എമ്പുരാൻ റിലീസാണ്. ഞാൻ 9 മണി ഷോയ്ക്കാണ് പോകാൻ പോകുന്നത്. നിങ്ങൾ എത്ര മണിക്ക് ഷോയ്ക്ക് പോകുന്നുവെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് ഈ പറയാനുള്ളത് എമ്പുരാൻ റിലീസുമായി ബന്ധപ്പെട്ട് ഒരു പാസ്റ്റ് റിവ്യൂ, അതായത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു റിവ്യൂ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ റിവ്യൂ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. എമ്പുരാൻ സിനിമയിൽ ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ മുരളി ഗോപിയെക്കുറിച്ച്. മുരളി ഗോപിയുടെ ടിയാൻ, അതുപോലെ തന്നെ കമ്മാര സംഭവം തുടങ്ങിയ സിനിമകൾ കണ്ടിട്ടുള്ളതാണ്. സിനിമ കണ്ടിട്ടുള്ളവർക്ക് സിനിമയുടെ പ്ലോട്ട് അറിയാൻ സാധിക്കും. ഈ സിനിമ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ചിത്രമാണെന്ന്. കാരണം എമ്പുരാന് മുമ്പ് ഇറങ്ങിയ സിനിമയാണല്ലോ ലൂസിഫർ. ലൂസിഫറിലും പൊളിറ്റിക്കൽ പരമായിട്ടായിരുന്നു സിനിമ നീങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ സിനിമയും പൊളിറ്റിക്കൽ പരമായിരിക്കുമെന്ന് ക്ലിയറൻസ് ആയിട്ട് ട്രെയിലറിലൂടെ കാണാൻ സാധിക്കും. രണ്ടാമത്തത് പൃഥ്വിരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ എന്ന് പറയുന്നത് എമ്പുരാൻ്റെ പ്രീക്വലായിട്ടുള്ള സിനിമയായിട്ടുള്ള ലൂസിഫറും, അതോടൊപ്പം തന്നെ ബ്രോഡാഡി കുടുംബചിത്രവും, അതുപോലെ തന്നെ എമ്പുരാൻ എന്ന് പറയുന്ന ആക്ഷൻ പാക്കേജ് ആയിട്ടുള്ള ഫാൻ ബോയ് സംഭവമാണ്. അപ്പോൾ ഈ സിനിമയും ഒരു ഫാൻ ബോയ് സംഭവമായിരിക്കും, അല്ലെങ്കിൽ മോഹൻലാലിനുള്ള ഒരു ട്രിബ്യൂട്ട് പടമായിരിക്കും ഈ സിനിമ എന്ന് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് സമയത്ത് പൃഥ്വിരാജ് വന്നിട്ട് ഒരു സീനിൽ അഭിനയിക്കുമ്പോൾ ആ സീനിലെ പാതി സീന് കൊണ്ടുപോകുന്ന വഴക്കം ഇതിലും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തത് ഇതിൻ്റെ സ്റ്റോറി ലൈനാണ്. ഈ സിനിമ KGF വൈസ് സ്റ്റോറി ലൈൻ ആയിരിക്കുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാസ് സിനിമകളുടെ കബ്സ തുടങ്ങിയ സിനിമകളുടെ സ്റ്റോറി ലൈൻ പോലെ പോകുമോ എന്നൊന്നും അറിയില്ല. എന്നാലും പ്രതീക്ഷ എന്ന് വെച്ചാൽ വാനോളമാണ്. അതായത് ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ചിത്രം വരെയാണ്. അതോടൊപ്പം തന്നെ ഇതിലെ ആക്ഷൻ പാക്കേജ് ഉണ്ട്. ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മറ്റു സിനിമകളെ ജ്ഞാപകം വരാത്ത രീതിയിൽ ഈ സിനിമ നറേറ്റ് ചെയ്തിരുന്നാൽ വളരെ കൊള്ളാമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ തോന്നുന്നു. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇതിലും അഭിനയിച്ചിരിക്കുന്ന മറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂസിനെ ക്ലിയറൻസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഏറ്റവും വലിയ കാത്തിരിപ്പ് എന്ന് പറയുന്നത് റെഡ് ഡ്രാഗൺ ആരെന്നറിയാനാണ്. ഹൂ ഈസ് റെഡ് ഡ്രാഗൺ എന്നുള്ള ക്വസ്റ്റ്യനാണ് എൻ്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ മൈൻഡിൽ ഇത് തന്നെയാണ്. ഈ സിനിമ കാണാൻ പോകുന്ന എല്ലാവരുടെ മൈൻഡിൽ ഇത് തന്നെയായിരിക്കാൻ പോകുന്നത്. ആരാണ് റെഡ് ഡ്രാഗൺ എന്ന്. റെഡ് ഡ്രാഗൺ ആരാണെന്ന് എനിക്കും അറിയില്ല. നാളെ സിനിമ പോയി കണ്ടാലേ എനിക്കും അറിയാൻ സാധിക്കും. അപ്പോൾ സിനിമ പോയി എല്ലാവരും വാച്ച് ചെയ്യുക. ഞാനും നാളെ സിനിമ കാണാൻ പോകുന്നുണ്ട്. എമ്പുരാൻ സിനിമ വലിയ വിജയമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സിനിമയാണ് വരുന്നത്. ഏകദേശം 180 കോടിക്ക് അടുപ്പിച്ച് ബഡ്ജറ്റുള്ള ഒരു സിനിമ വരുന്നു. അപ്പോൾ ഈ സിനിമ വരുമ്പോൾ മറ്റു ഇൻഡസ്ട്രികളെക്കാൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്കാണ്. അപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു പടം വരുമ്പോൾ ഞാൻ ആ സിനിമയെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് കാണുന്നു. കാരണം മലയാളം ഇൻഡസ്ട്രി ഏറ്റവും വലിയ സിനിമയാണ്. ലിയോയുടെ FD കളക്ഷൻ 12 കോടി തകർക്കാൻ പോകുന്നു. 10 കോടിക്ക് അടുപ്പിച്ചവരെ ഫസ്റ്റ് ഡേക്ക് ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ് ആയിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ ട്രെൻഡ് അനുസരിച്ച് പറയുമ്പോൾ മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹിറ്റാവാൻ പോകുന്ന സിനിമ, മലയാളം ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ 50 കോടി സിനിമ, അത് മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് സുരക്ഷിതമായിട്ടിരിക്കും. ആദ്യത്തെ 50 കോടി മോഹൻലാൽ തന്നെയാണ് ഇട്ടത്. ഫുൾ ലാസ്റ്റ് ഡേ ദൃശ്യത്തിൽ മോഹൻലാൽ ഇട്ട 50 കോടി, അതിനുശേഷം ഒടിയനിലിട്ട 7 കോടി ഫസ്റ്റ് ഡേ കളക്ഷൻ, അതെല്ലാം തകർക്കാൻ പോവുകയാണ്. ഒരു കാര്യം ഉറപ്പ്, മോഹൻലാലിൻ്റെ തിരിച്ചുവരവ് ഒരു വലിയ രീതിയിൽ ആരാധനാ രീതിയിൽ, അത്ര രീതിയിൽ ഭയങ്കരമായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു തിരിച്ചുവരവ് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ പഴയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാണ്ഡമായൊരു തിരിച്ചുവരവ്.